നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാനഡയിലേക്കുള്ള വിസ കിട്ടുന്നതിനുള്ള കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. എന്നാൽ കാനഡ വിസ ഇനി കിട്ടാനുള്ള കാലതാമസം ഇനിയുണ്ടാകില്ല. ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികളുടെ വിസ നടപടികളിലെ മെല്ലെപ്പോക്ക് നയം തിരുത്തുമെന്ന് കാനഡ വ്യക്തമാക്കി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളെ G20 വേദിയിലാണ് കാനഡ ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 3 വർഷമായി വിസ കിട്ടാത്തവർക്ക് എത്രയും പെട്ടെന്ന് സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം പരിഗണിക്കുമെന്നും കാനഡ അറിയിച്ചു. ഇന്ത്യൻ പൗരന്മാർക്ക് കനേഡിയൻ വിസയും വർക്ക് പെർമിറ്റ് നൽകുന്നതിലെ കാലതാമസവും കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും തിങ്കളാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഭാഷണത്തിൽ ഉയർന്നു വന്നു. കാനഡയിൽ ഇന്ത്യൻ പൗരന്മാരുടെ അറസ്റ്റ്, മരണം സംഭവിച്ചാൽ ഇന്ത്യക്കാർക്ക് സഹായം, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കൽ, അത്യാഹിതങ്ങൾ, ആ രാജ്യത്തെ ഇന്ത്യക്കാരുടെ സുരക്ഷ എന്നിവയും ചർച്ചയിൽ ഉയർന്നു വന്നു. ഇമിഗ്രേഷൻ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ട്രാവൽ ഏജന്റുമാർ, വ്യാജ ജോലി വാഗ്ദാനങ്ങൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കുറ്റവാളികളെ കൈമാറുന്നതിലും പരസ്പര നിയമസഹായത്തിലും സഹകരണം ശക്തിപ്പെടുത്തും. അതേസമയം സമാനമായി തന്നെ വിദ്യാർത്ഥികൾക്കും വിസ റദ്ദാക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. 2019 COVID-19 തുടക്കത്തിൽ വിസ റിജക്ഷൻ നിരക്ക് 35%, എന്നാൽ 2022 അത് 60% വർദ്ധിച്ചു. നല്ല പ്രൊഫൈലുകളുള്ള വിദ്യാർത്ഥികൾക്ക് പോലും വിസ നൽകാത്ത സാഹചര്യമാണുള്ളത്. 8-10 മാസത്തോളമോ അതിൽ കൂടുതലോ വിദ്യാർത്ഥികൾക്ക് വിസയ്ക്കായി കാത്തിരിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ 3 വർഷത്തോളം സ്റ്റഡി ഗ്യാപ്പുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സ്റ്റുഡന്റ് വിസ കിട്ടുന്നുണ്ട്. കാനഡയിലേക്ക് വിസ നിരസിക്കുന്നത് കൂടിയതുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ UK, USA, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് സ്റ്റുഡന്റ് വിസകൾക്ക് അപേക്ഷിച്ചതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് കൺസൾട്ടന്റുമാർ പറയുന്നത്. നേരത്തെ ഈ നിരക്ക് വളരെ കൂടുതലായിരുന്നു. 10 ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിസയ്ക്ക് അപേക്ഷിച്ചാൽ 4 പേർക്ക് മാത്രമായിരുന്നു വിസ കിട്ടിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഈ സ്ഥിതി മെച്ചപ്പെട്ടു. ഇപ്പോൾ 10 അപേക്ഷകളിൽ നിന്ന് 5 മുതൽ 6 വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നുണ്ട്. കനേഡിയൻ സർക്കാർ 2 വർഷത്തിലധികമുള്ള സ്റ്റഡി ഗ്യാപ്പ് പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 3 വർഷത്തെ ഗ്യാപ്പുള്ള വിദ്യാർത്ഥികൾക്ക് പോലും വിസ കിട്ടുന്നുണ്ട്. ജലന്ധറിലെ ജൂപ്പിറ്റർ അക്കാദമിയുടെ കൺസൾട്ടന്റും ഉടമയുമായ നർപത് ബബാറാണ് ഈ കാര്യം പറഞ്ഞത്. നേരത്തെ നല്ല പ്രൊഫൈലുകൾ നിരസിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ലെന്ന് കപൂർത്തല ആസ്ഥാനമായുള്ള ഐക്യാൻ കൺസൾട്ടന്റ് ഗുർപ്രീത് സിംഗും പറഞ്ഞു. അപേക്ഷിക്കുന്ന വിസകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടും ഇപ്പോൾ നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിസ കിട്ടുന്നുണ്ടെന്ന് ലുധിയാന ആസ്ഥാനമായുള്ള ക്യാൻ ഏബിൾ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് ഡയറക്ടർ ഗിലൻ ദീപ് സിംഗ് പറയുന്നു. പ്രധാനമായും പഞ്ചാബിലെ വിദ്യാർത്ഥികൾക്ക് മോൺട്രിയലിലെ കോളേജുകളിൽ പ്രവേശനം നേടുന്നുണ്ടെന്നും കോവിഡ് മഹാമാരിയുടെ സമയത്തും പ്രവേശനം കിട്ടിയിരുന്നുവെന്നും കൺസൾട്ടന്റുമാർ പറയുന്നു. ഒരു വർഷത്തിനുള്ളിൽ, അതായത് 2022 ജൂൺ വരെ 1,17,965 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് UK സ്പോൺസേഡ് സ്റ്റഡി വിസകൾ നൽകിയിട്ടുണ്ടെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അറിയിച്ചിരുന്നു. 2019 ആകെ 37,396 സ്പോൺസേഡ് സ്റ്റഡി വിസകൾ മാത്രമാണ് നൽകിയിരുന്നത്. കൂടാതെ 95% സ്റ്റുഡന്റ് വിസകൾ US പരിഗണിച്ചിരുന്നു. ഇതാണ് കാനഡയിലേക്ക് കൂടുതൽ സ്റ്റുഡന്റ് വിസകൾ അനുവദിച്ചു തുടങ്ങിയതിന് പിന്നിലെ മറ്റൊരു കാരണം. വിസ നിരസിക്കുന്നത് ഒഴിവാക്കാൻ അവരവരുടെ കോളേജുകളിൽ നിന്ന് ലഭിച്ച കത്തിനൊപ്പം എല്ലാ രേഖകളും അതേ ക്രമത്തിൽ സമർപ്പിക്കണമെന്നും കൺസൾട്ടന്റുമാർ വിദ്യാർത്ഥികളോട് പറയുന്നു. ഇതുകൂടാതെ കാനഡയിൽ പഠിക്കാനുള്ള കൃത്യമായ കാരണവും അവർ സൂചിപ്പിക്കണം. എന്നിട്ടും വിസ നിരസിക്കുകയാണെങ്കിൽ പ്രൊഫഷണലുകളുടെ സഹായത്തോടെ അവർക്ക് അപ്പീൽ ചെയ്യാനും വിസയ്ക്കായി വീണ്ടും അപേക്ഷിക്കാനും കഴിയും. ഇതിനായി വിദ്യാർത്ഥികൾക്ക് കനേഡിയൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്.